അപ്പോൾ വാഴ ഫസ്റ്റ് മൂവിയിൽ സ്ക്രിപ്റ്റിനകത്ത് ഇപ്പോൾ സാധാരണ നമ്മളൊരു സ്ക്രിപ്റ്റിനകത്ത് ഒരു പോസിറ്റീവായിട്ടാണ് ശുഭ പര്യവസാനം, പക്ഷെ വാഴയിൽ അങ്ങനെയല്ല സംഭവിച്ചത് കഥാപാത്രം. അപ്പോൾ വാഴ സെക്കൻഡിൽ അത്തരത്തിലുള്ളൊരു രീതിയിലാണോ അതോ ഒരു ഡാർക്ക് ഷെയ്ഡാണോ? അത് ക്ലൈമാക്സിൽ അതെങ്ങനെ ഇപ്പോൾ പറയും. അല്ല, വാഴ ഫസ്റ്റ് അങ്ങനെ എന്ത് ചെയ്ത് അതുകൊണ്ടാണല്ലോ അത് വാഴയായിരിക്കുന്നത്. വാഴയാകുമ്പോൾ എപ്പോഴും അത് ഒടിഞ്ഞു വീഴും, വീണ്ടും ഒന്നേന്ന് മുളച്ചു വരും. വാഴ അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലുള്ള സാധനമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എൻഡ് അങ്ങനെ ഇരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത എൻഡും അതങ്ങനെ തന്നെയാണ് പോയത്. ആ, അത് കണ്ടിട്ട് തീരുമാനിക്കുന്നതല്ലോ ഞാനല്ല ഈ പറഞ്ഞ പോലെ എൻ്റെ കൊള്ളാമോ കൊള്ളില്ല അതെങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ മീനിങ് ഒക്കെ ആൾക്കാർ കണ്ട് പറയുന്നതായിരിക്കുന്നല്ലോ ഞാൻ പറയുന്നതിനേക്കാൾ. ഗംഭീരമായിട്ട് ക്യാരക്ടറുകൾ ചെയ്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അതായത് കോമഡി നമ്മൾ കണ്ട് സീരിയസ്ലായിട്ട് കാണാൻ പറ്റുന്ന ഉണ്ട്. കാര്യം ഈ വാഴ എന്നുള്ള പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ കൂടെയും ചുറ്റുമുള്ള പുതിയ കലാകാരന്മാർ ഇല്ലെങ്കിൽ ആൾറെഡി വേറൊരു ടെറൈനിൽ ഇപ്പോൾ മിമിക്രിയിലൊക്കെ തമാശ പറഞ്ഞവരെയൊക്കെ സീരിയസ് ആയിട്ട് അവതരിപ്പിച്ചൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് ഇതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ടെക്നീഷ്യൻസിലായാലും കുറേ പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അഭിനയിക്കാനും കുറേ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ ഈ സിനിമയെ കാണുന്നത് തന്നെ. അല്ല, സെക്കൻഡിൽ അഭിനയിക്കുന്നിടത്തൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ വരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന പരിപാടിയായതുകൊണ്ട് അങ്ങനെ അത് ഈ പറഞ്ഞാൽ നമ്മൾ അത് ഓൺ പ്രോസസ്സിലാണ് സിനിമ എപ്പോഴും ഡെവലപ്പ് ആവുന്നത്. അതുകൊണ്ട് ഈ വർഷം റിലീസ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മറ്റെല്ലാവരെക്കാളും ഫാസ്റ്റാണ്, അതെന്താണ് അതിൻ്റെ ഒരു എനിക്കറിഞ്ഞൂടോ അങ്ങനെ അല്ലേ? കൂടുതൽ മറ്റുള്ളവരെക്കാളും കുറച്ച് ഫാസ്റ്റാണ്, വളരെ ഹിറ്റാണ്. ഇതൊന്നും എനിക്കറിയില്ല. എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ പരിപാടി അറിയില്ല. എനിക്കിഷ്ടമുള്ള പോലെ എഴുതുന്നു. അത് എപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് എപ്പോൾ ഇഷ്ടപ്പെടില്ല, അപ്പോൾ ഇതെല്ലാം റോങ്ങായി മാറും. ഇപ്പം എനിക്കത് എഴുതുന്നതൊക്കെ വർക്കാവുന്നുണ്ടെന്നുള്ളതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും തോന്നുന്നു. വാഴയിൽ നമ്മൾ 6 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ. വാഴ 2 അതുപോലൊരു 6-7 പേര് പുതിയതായിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ ഓഡിഷൻ ചെയ്തു. അവർ കുറേ മ്യൂസിക്, നമുക്കൊരു 10,000-ഓളം മ്യൂസിക്കുകൾ വന്നിട്ടുണ്ട് കമ്പോസേഴ്സിൻ്റെ. അതെല്ലാം നമ്മൾ കേട്ടു. അതിലൊരു 400 പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 10 പേരോളം നമ്മൾ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനായിട്ട് യൂസ് ചെയ്യാനും സോങ്ങായിട്ട് എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെയും നമ്മുടെ ക്രൂവിലോട്ട് ആഡ് ചെയ്ത് അവർ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്കൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അവർക്കൊരു സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസിലോട്ട് എത്തിക്കണം. ഇപ്പോൾ ചിലർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അവരെയും അതിനകത്തോട്ട് അത്യാവശ്യം അത് സ്കിൽഫുള്ളായിട്ട് തോന്നുന്നവരെ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ് സൈഡിൽ അങ്കിത് മേനോൻ്റെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അയാളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. താങ്ക് യു. ഒരു പുതുമുഖ അല്ലെങ്കിൽ ഒരു ഞാൻ ആവശ്യം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് കണ്ടുപിടിക്കുക എന്ന് പറയും. ഞാനെപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ട് ആൾക്കാരെ കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ ഓർമ്മയിരിക്കില്ല, എൻ്റെ കാണില്ല, ഓർത്തില്ല, ആ സമയത്ത് ഓർമ്മ വരില്ല. ഒരു ഡയറക്ടറിന്റെ മെമ്മറിയിൽ ഒരു ആർട്ടിസ്റ്റ് വരാൻ എന്താണ്? എൻ്റെ മെമ്മറിയിൽ ഭയങ്കര പാടായിരിക്കും, എനിക്ക് ഒട്ടും മെമ്മറിയില്ല. 5 വർഷം ഭയങ്കരമായിട്ടൊരു അവസ്ഥ ഫീൽ ചെയ്തിരുന്നു. ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈറ്റുകൾ വന്നപ്പോൾ ഫീൽ എന്താ? ഇപ്പം ആ സെയിം ഫീലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അന്ന് ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ, ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനോ പിച്ച് ചെയ്യാനുള്ളൊരു കഴിവ് അന്ന് ഉണ്ടായില്ല, ഇന്നും ഇല്ലെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം അത് ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് ആളുകൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ് സിനിമകൾ നടക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനൊന്നും പലപ്പോഴും അറിയില്ല. ഒരു പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ ഇപ്പോഴും ഞാനതിൽ ഭയങ്കര ബാക്കിലോട്ടാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളവർക്കും അതേ പ്രതിസന്ധി ഉണ്ടാവാറുണ്ട്. നല്ല ടാലൻ്റായിട്ടുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ടെക്നീഷ്യൻസൊക്കെ ഉണ്ട്. പക്ഷെ ഒരാളടുത്ത് പോയി കഥ പിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ അടുത്തോ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്തോ ഒരു ടീമിനോടോ പോയി ഒരു കഥ പിച്ച് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും പലരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയുള്ള സിനിമകൾ, എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും
എനിക്ക് കഴിവുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരും അവർ ഇപ്പോൾ പിച്ച് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ മാത്രമേ എനിക്കിപ്പോൾ അതിനകത്തുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പം മാക്സിമം എൻജോയ് ചെയ്യുന്നൊരു പരിപാടി. ആദ്യത്തെ സിനിമ എത്ര പ്രൊഡക്ഷൻ ഹൗസിൽ ഏകദേശം പോയി കഥ പറഞ്ഞു? ഒന്നും പറയില്ല, ഒറ്റ പ്രൊഡക്ഷൻ ഹൗസ്, ഫ്രൈഡേ ഫിലിം ഹൗസ് മാത്രമേ പറഞ്ഞുള്ളൂ, അവരൊന്നും പറയില്ല. താങ്ക് യു.